ഹായ് എവരിവൺ, വെറും 2 മിനിറ്റ് കൊണ്ട് തീ പോലും കത്തിക്കാതെ ഒരു ഡെസേർട്ട് ഉണ്ടാക്കിയാലോ. സ്ട്രോബെറി ഓറിയോ ഡെസേർട്ടാണിത്. കുട്ടികൾക്ക് പോലും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഡെസേർട്ടാണ് കേട്ടോ ഇത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഞാനിത് ഒരുപാട് ഫ്ലേവറിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ 4 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ബ്രെഡിനെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ തന്നെ 4 സ്ലൈസ് ബ്രെഡും ചെയ്തെടുത്ത ശേഷം അരികൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ എല്ലാ ബ്രെഡും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഓറിയോ ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റാണ് കേട്ടോ. ഇതിൻ്റെ ക്രീമൊന്നും മാറ്റേണ്ട കാര്യമില്ല. ഇതിങ്ങനെ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. ഒരുപാടങ്ങ് സ്മൂത്തായിട്ട് പൊടിക്കേണ്ട, അത്യാവശ്യം ഒരു തരിതരിപ്പ് ഉണ്ടാകുന്നത് നല്ലതാണ്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇത് മൊത്തത്തിൽ അങ്ങ് ബൗളിലേക്ക് മാറ്റണ്ട, നമുക്ക് ലാസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് അല്പം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബിസ്ക്കറ്റ് പൊടിച്ചിട്ടുള്ളതിലേക്ക് നമുക്ക് അല്പം പാല് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പാല് ചേർക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ലൂസായി പോകാനുള്ള സാധ്യതയുണ്ട്. ഇതായിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പീനട്ട് അഥവാ നിലക്കടല ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം നിലക്കടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരല്പം ലൂസായി പോയിട്ടുണ്ട്. ഞാനിതിലേക്ക് നിലക്കടല നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുമ്പോൾ അത്യാവശ്യം ഒന്ന് തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ മിക്സ് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു ബ്രെഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് മൊത്തത്തിലങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്ത സ്ലൈസ് ബ്രെഡ് വെച്ച് അടച്ചങ്ങ് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഈ 2 ബ്രെഡും അങ്ങനെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുട്ടികളൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്സിയിൽ തന്നെ ഓറിയോ പൊടിച്ചെടുക്കണമെന്നില്ല. ഒരു പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് അതൊന്ന് ജസ്റ്റ് പൊടിച്ചെടുത്താലും മതിയാവും. ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളവും ഒരു 2 ടീസ്പൂണോളം പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി സ്ട്രോബെറി മിൽക്ക് ഷേക്ക് മിക്സാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4-5 ഡ്രോപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു ഐറ്റം തന്നെയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ മിൽക്ക് മിക്സ് എടുക്കാവുന്നതാണ്. ഞാൻ പിസ്താഷ്യം ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡ് 2 സൈഡും നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിതുപോലെ 2 എണ്ണവും ഇതുപോലെ തന്നെ ഡിപ്പ് ചെയ്ത് മറ്റൊരു പ്ലേറ്റിലോട്ടും മാറ്റി വെച്ചിട്ടുണ്ട്. ബാലൻസ് ഉണ്ടായിരുന്ന ആ ഒരു മിൽക്ക് മിക്സ് കൂടി ഈ ബ്രെഡിലേക്ക് നന്നായിട്ട് സോക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഓറിയോ പൊടിച്ചതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് പിസ്താഷ്യം വെച്ച് കൊടുക്കാം. ഞാനിതിന് മുകളിലായിട്ട് 3 പിസ്താഷ്യം വീതമാണ് വെച്ച് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 3/4 ഗ്ലാസോളം പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 2-3 ടേബിൾ സ്പൂണോളം കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1-2 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റിയാണ്. ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. ഇനി ഇതേ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നേരത്തെ തന്നെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പീനട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് സ്ട്രോബെറി മിൽക്ക് ഷേക്ക് മിക്സ് അങ്ങിങ്ങായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ജസ്റ്റ് ഒരു ഡിസൈൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിങ്ങനെ മിൽക്ക് ഷേക്കിൻ്റെ ഈ ഒരു മിക്സ് ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വീട്ടിലൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നൊന്നും നിർബന്ധമല്ല. ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് തീ പോലും കത്തിക്കാതെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള സ്ട്രോബെറി ഓറിയോ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിനെ പല ഫ്ലേവറിൽ പല വേർഷനിൽ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം കഴിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിസ്താഷ്യോ ക്രഷ് ചെയ്തിട്ടും അതുപോലെ തന്നെ സ്ട്രോബെറി ഹേസൽനട്ട് വെച്ചും സ്ട്രോബെറി പിസ്താഷ്യോ വെച്ചും ഒക്കെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്. കുട്ടികൾക്ക് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണിത്. ഈ റെസിപ്പിയുടെ ഇൻസ്പിറേഷൻ ചിക്കു സ്റ്റൈനിലെ രശ്മി ചേച്ചിയാണ്. അതുപോലെ സിമ്പിളും വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ ഷോർട്സ് ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ മൈ ചാനൽ.